GCC കൺട്രീസ് ആയിട്ടുള്ള UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് എന്നൊക്കെ ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. അതുപോലെ ധാരാളം TV ചാനലുള്ള ആളുകളും വിളിക്കുന്നുണ്ട്. UAEയിലെ സ്ഥിതി സേഫ് ആണോ? ചാനലിലൊക്കെ കാണിക്കുന്നത് വളരെ ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്രയും പേടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾക്ക് പ്രോപ്പറായിട്ട് മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. UAE ഗവൺമെൻറ് കറക്റ്റായിട്ട് നിരീക്ഷിച്ച് ഈ വരുന്ന മിസൈലുകൾക്കും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ വീഴുന്നത് കൊണ്ടാണ് എല്ലാവരും ഇൻഡോറിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പല വീഡിയോസും കണ്ടു കാണും. ഇപ്പോൾ ദുബായിലാണെങ്കിലും അതുപോലെ അബുദാബിയിലൊക്കെ കണ്ട വീഡിയോസ് എല്ലാം ഈ ഡ്രോണുകളും അതുപോലെ ചെറിയ മിസൈൽ കുറ്റികളും അത് താഴോട്ട് വീഴുമ്പോഴുള്ളതാണ്. ഇത് ഏറ്റവും ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലത്ത് വീഴുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏകദേശം 400ഓളം ഇത്തരത്തിലുള്ള സാധനങ്ങളെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ അബുദാബി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ക്യാപ്റ്റനായിരുന്നു. അവിടെ ഒന്നും അങ്ങനെ അത്യാഹിതങ്ങളൊന്നും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ UAEയിലില്ല. അപ്പോൾ പലരും ചോദിക്കാം, ഈ എയർപോർട്ടിലും അതുപോലെ തന്നെ പല ദുബായിലുള്ള വീഡിയോസ് എല്ലാം കണ്ടല്ലോ, അതെല്ലാം ഈ ഡെബ്രിസ് വീഴുന്നതാണ്. ഈ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മിസൈലിൻ്റെ ഡെബ്രിസ് വീണിട്ടുള്ള പരിക്കുകളാണ്, മരണങ്ങൾ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഔട്ട്ഡോറിൽ പോകരുത്, ഇൻഡോറിൽ ഇരിക്കാനായിട്ട് പറയുന്നത്. നമ്മുടെ ബിൽഡിംഗ് ആക്ച്വലി കുറച്ചുകൂടെ സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഔട്ട്ഡോറിൽ ഡെബ്രിസ് താഴെ വീണ് കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട് കൂടുതൽ പരിക്കേക്കാനും കൂടുതൽ വലിയ കാര്യമായ പരിക്കേക്കാനും സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോസ് എല്ലാം ആക്ച്വലി ഈ ഡെബ്രിസ് ഈ ഇൻ്റർസെപ്റ്റ് ചെയ്ത സമയത്ത് ആ ഡെബ്രിസ് വീണിട്ടുള്ള ചെറിയ അപകടങ്ങളാണ് ഇപ്പോൾ കണ്ടതെല്ലാം. കുട്ടികളൊക്കെ ഭയന്ന് കരയുകയാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ രണ്ട് മക്കളുണ്ട്. പിന്നെ അപ്പുറത്ത് വീട്ടിലുള്ള ഒരു 3 മക്കളുണ്ട്. എൻ്റെ മകൾ ഉൾപ്പെടെ എല്ലാവരും കരയുകയാണ് ഈ അലാറം കേൾക്കുമ്പോഴും ഇതുപോലെ സൗണ്ട് കേൾക്കുമ്പോൾ. കാരണം സൗണ്ട് കേൾക്കും, വളരെ ശക്തമായ സൗണ്ടും അതുപോലെ ഈ ജനലുകളൊക്കെ ഇങ്ങനെ കുലുങ്ങും. അതുപോലെ അങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ പിള്ളേർ നല്ലോണം കരയും. അപ്പോൾ നമ്മൾ മുതിർന്നവരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു അന്തരീക്ഷം ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒരു 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ വേണേൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ. പണ്ടത്തെ ജനറേഷൻ പോലെ അല്ല. നമുക്കങ്ങനെ മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ മകൾക്ക് വാറിനെക്കുറിച്ച് എന്നേക്കാളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം, 8 വയസ്സേ ഉള്ളൂ. പക്ഷേ അപ്പം നമ്മളങ്ങനെ ഫുള്ളായിട്ട് മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒന്നുമില്ല എന്നെപ്പോഴും പറയരുത്. അതുപോലെ തന്നെ പേടി വരുന്നെന്ന് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് പേടിക്കണ്ടെന്നും ഒരിക്കലും പറയരുത്. പേടി വരുന്നത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അങ്ങനെ വരാം. അപ്പം നിൻ്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മോൾക്ക് പേടിയുണ്ടെന്ന് അച്ഛന് മനസ്സിലായി, അല്ല അമ്മയ്ക്ക് മനസ്സിലായി എന്നുള്ള സെൻറ്റൻസാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ആ ഒരു ഇമോഷൻ അഡ്രസ്സ് ചെയ്യുന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യരുത്. പറയുക, രാജ്യത്ത് വളരെ സുരക്ഷാ സംവിധാനമുണ്ട്, വളരെ നല്ല ഭരണാധികാരികളുണ്ട്, അവരെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും, അവർ പവർഫുള്ളാണ്. ആ ഒരു വിശ്വാസം കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുക. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ അലാറം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അലേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാനായിട്ട് അലേർട്ട് തരുന്നതാണ്. അല്ലാതെ പുറത്തൊന്നും കറങ്ങി നടക്കാതിരിക്കാനാണ്. നമുക്ക് ഇങ്ങനെ ഇൻ്റർസെപ്ഷൻ ഉണ്ട്, അത് മിസൈലുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് നമ്മൾ കുറച്ചുകൂടെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്നാൽ പോലും നമ്മൾ കുട്ടികളെ വളരെ ശാന്തമായിട്ട് നിലനിർത്താനായിട്ട് നോക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ കൈവിട്ടു പോകും, അവർ കരയാം, അതുപോലെ തന്നെ ആഹാരം കഴിക്കാതിരിക്കാം. അതൊക്കെ നോർമലാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള കുട്ടികൾ ഇപ്പോൾ ഒത്തിരി ഉണ്ട്, ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ. അതുപോലെ ഇപ്പോഴത്തെ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ പാനിക് ആവുന്നത് വളരെ വളരെ കോമൺ ആണ്. ബ്രീത്തിങ് ടെക്നിക്ക് വളരെ എഫക്റ്റീവാണ്. ഞാൻ എൻ്റെ മകളോടും പറഞ്ഞു കൊടുത്താണ്, വളരെ യൂസ്ഫുള്ളാണ്. അതായത് ശ്വാസം വലിച്ചെടുക്കുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് പറയുക, വാ വഴി എത്ര നേരം പറ്റുമോ ഊതി പുറത്തോട്ട് കളയുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരാസിമ്പതറ്റിക് സിസ്റ്റം, കുട്ടികളുടെ പാരാസിമ്പതറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അപ്പോൾ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ വേഗസ് നെർവ് അതാണ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് സ്ലോ ആവും, നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ആവും, നമുക്ക് ടെൻഷൻ കുറയും. അതുപോലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതും ഈ പാരാസിമ്പറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും വളരെ നല്ല മെത്തേഡാണ്. പിന്നെ വേറൊരു മെത്തേഡുണ്ട്. ഈ ബ്രീത്തിങ് മെത്തേഡ് അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യാനായിട്ട് പറ്റും. ജമ്പിങ് ജാക്സ് അറിയാമല്ലോ, ഒരു പാട്ടിട്ടതിന് ശേഷം കുട്ടികളോട് ജമ്പിങ് ജാക്സ് പറയാം. അപ്പോൾ അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നൊരു മാർഗ്ഗമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ബട്ടർഫ്ലൈ ഹഗ് എന്നൊരു മെത്തേഡുണ്ട്. അതായത് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഐ ആം സേഫ് നൗ കണ്ണടച്ചിട്ട് ഒരു 5 പ്രാവശ്യം കുട്ടികളോട് തന്നെ പറയുക. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പം നിങ്ങളുടെ കൂടെ ചെയ്യുക, ബട്ടർഫ്ലൈ ഹഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ചെയ്യുക, അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ചെയ്യുക, ജമ്പിങ് ജാക്സും പറ്റുമെങ്കിൽ കൂടെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് അതൊരു ശാന്തത കിട്ടുന്നൊരു സാധനം തന്നെയാണ്. സിനിമ ആണെങ്കിൽ സിനിമ കാണാം, ഇഷ്ടമുള്ള ഹോബീസിൽ ഇൻവോൾവ് ആവാം. ഇതൊക്കെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെക്കുറിച്ച് വാറിനെക്കുറിച്ച് നമ്മളല്ല ചെയ്യുന്നത്. വാർ ചെയ്യുന്നത് വേറെ രാജ്യങ്ങൾ തമ്മിലൊക്കെയാണ്.
അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനുള്ള റോളില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മുടെ ഫേസാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്, അല്ലാതെ നമ്മൾ പറയുന്നതോ മറ്റു കാര്യങ്ങളൊന്നും അല്ല കുട്ടികൾ നോക്കുന്നത്. കുട്ടികൾ നോക്കുന്നത് നമ്മുടെ ഫേസ്, നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരടുത്ത് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ പാനിക് ആവുന്നുണ്ടോ, ഇതെല്ലാമാണ് കുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മുടെ മുഖം ഒരു പ്രസന്നതയായിട്ടിരിക്കാൻ നോക്കുക, നമ്മൾ നോർമലായിട്ടിരിക്കുന്നത് പോലെ മാനേജ് ചെയ്യുക. നമ്മൾ പാനിക് ആവുന്ന കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കും അതുണ്ടാവും. കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറയാം, മൊത്തം പറയാം. അവർ മിക്കവാറും എൻ്റെ മകളൊക്കെ ചോദിക്കുന്നത് വാട്ട് ഇഫ് ഈ ഇൻ്റർസെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇൻ്റർസെപ്റ്റ് ഇങ്ങനെ നടന്നില്ലെങ്കിൽ, ഒരു 1000 ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? ഈ വാട്ട് ഇഫ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ചിന്തിക്കുന്നതാണ്. അതായത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ബ്രെയിനിൻ്റെ നോർമൽ മെക്കാനിസം തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ പറയേണ്ടത് ഈ വാട്ട് ഇഫ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അങ്ങനെ ചിന്ത വരാം, പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. നല്ലത് വന്നാലോ, വാട്ട് ഇഫ് എല്ലാം സ്റ്റോപ്പ് ആയാലോ, വാട്ട് ഇഫ് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഈ വാട്ട് ഇഫിനെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നോക്കരുത്. ബാക്കിയുള്ള സാഹചര്യത്തിൽ ഇപ്പം നമ്മളിപ്പോൾ വേറൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ഈ വാട്ട് ഇഫ് വന്നാൽ നല്ലതാണ്, അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നവൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഈ വാറിൻ്റെ സമയത്തോ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വാട്ട് ഇഫ് വന്നാലുള്ള പ്രശ്നം, ആ ലൂപ്പിൽ തന്നെ കുട്ടികളെന്ന് കറങ്ങും. ഒരു വാട്ട് ഇഫ് കഴിയുമ്പം അതിൽ നിന്ന് അടുത്ത വാട്ട് ഇഫ് വരും. അതായത് അടുത്ത ഇങ്ങനെ നടന്നില്ലെങ്കിൽ അങ്ങനെ നടന്ന എന്ത് ചെയ്യും, അല്ലെങ്കിൽ US കൂടെ അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചോദ്യങ്ങൾ കൂടുതൽ വരുമ്പം ആ ലൂപ്പിൽ തന്നെ അവർ അകത്തോട്ട് ഇറങ്ങിപ്പോവാൻ. ഇപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ കുട്ടി ചോദിക്കുവാണെങ്കിൽ പറയുക, അത് നടന്നിട്ടില്ലല്ലോ, അങ്ങനെ ആവാനുള്ള സാഹചര്യം വളരെ കുറവാണ്, പിന്നെ നമുക്കത് ചിന്തിക്കണം, നമ്മുടെ ബ്രെയിനിനോട് മനസ്സിലാക്കുക. ബ്രെയിൻ നമ്മളെ വറി ചെയ്യിപ്പിക്കുകയാണ്, നമ്മുടെ ബ്രെയിൻ നമ്മളെ വറി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നിട്ടില്ല. അപ്പം അത് കുട്ടിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ എഴുതാൻ പറയുക, പേപ്പറിൽ എഴുതിയിട്ട് ഇത് നടന്നിട്ടില്ല എന്ന് എഴുതുക. ദിസ് ഹാസ് നോട്ട് ഹാപ്പൺഡ് എന്ന് എഴുതി ആ പേപ്പർ ചുരുട്ടി കളയുക. അതും മനസ്സിൽ നിന്ന് ആ തോട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കുട്ടിയെ നമ്മൾ ഒരിക്കലും വഴക്ക് പറയരുത്, നീ ഇങ്ങനൊന്നും ചിന്തിക്കരുത്, അല്ലെങ്കിൽ ഇതൊന്നും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊന്നും വളരെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. ഇത് നോർമൽ ഇമോഷനാണ്. ഇവിടുന്ന് ഏകദേശം ഒത്തിരി കിലോമീറ്റർ ദൂരെ, അവിടെ ഇതിനെക്കുറിച്ച് വാർ സോണോ അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, മദീന സൈദ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ദൂരമുള്ള സ്ഥലത്താണ്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് 3 മക്കളുണ്ട്. ഇന്നലെ രാത്രി ആ കുട്ടി കരഞ്ഞിട്ട് ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്, അത്രമാത്രം പേടിച്ച്. പക്ഷെ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പോലുമില്ല. ഇത് അനാവശ്യമായിട്ട് ഈ വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന ഭയാനകമായ ന്യൂസ് കാരണമാണ് ഇത്തരത്തിലുള്ള പേടി ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ന്യൂസ് ഒന്നും കേൾക്കാതിരിക്കുക. നമ്മുടെ കയ്യിലല്ല ഈ കാര്യങ്ങൾ. ഇത് നോക്കാൻ വേണ്ടി ഭരണകർത്താക്കാരുണ്ട്, അവർ കറക്റ്റായിട്ട് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, അവരെല്ലാം പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. യുദ്ധം ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാക്കില്ല, അത് ഒത്തിരി ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. യുദ്ധത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, എപ്പോഴും ചർച്ച തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിലൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഓൾറെഡി പ്രകൃതി നശിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മൾ പ്രകൃതിയെ വീണ്ടും നശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാരണമായാലും ഉടനെ തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ കേൾക്കാതിരിക്കുക, ചർച്ച ചെയ്യാതിരിക്കുക, അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികൾ നിങ്ങളെക്കാട്ടും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ചെവി ഭയങ്കര ഷാർപ്പാണ്, അവർ നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല, അങ്ങനെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാഹചര്യമൊന്നുമില്ല. ചില ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുള്ള പ്രോബ്ലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. കുട്ടികളോട് നിങ്ങൾ അവരുടെ മാനസിക ഒരു നില ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടെന്ന് കരുതിയാണ്, പക്ഷേ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ധാരാളം പാനിക് ആവുന്നുണ്ട്, അത് നമ്മൾ ഒഴിവാക്കണം. മുതിർന്നവരും പാനിക് ആവുന്നുണ്ട്, പക്ഷേ മുതിർന്നവർ പിന്നെയും ഇതുപോലുള്ളതൊക്കെ മാനേജ് ചെയ്ത് പോകും. പക്ഷേ കുട്ടികളുടെ ഒരു മാനസിക നില ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങാതിരിക്കുക, അതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് അമിതമായി സംസാരിക്കുക. വാട്ട് ഇഫ് എന്നുള്ള ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. സാഹചര്യത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം പറയുക. നമുക്ക് സുരക്ഷിത സംവിധാനം ഉണ്ട്, നമ്മുടെ ഭരണകർത്താക്കന്മാർ വളരെ സുരക്ഷിതമായി നോക്കും, നമ്മുടെ രാജ്യം പവർഫുള്ളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം എനിക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.